ഇവിടെ ഒരു കുഞ്ഞ് ആരുമില്ലാത്ത ചുവര് നോക്കി ചിരിച്ചു കളിക്കുകയാണ്. ഇത് കണ്ട കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞെന്തിനാ ആരുമില്ലാത്ത സ്ഥലത്ത് നോക്കി ചിരിക്കണമെന്ന് ചിന്തിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ കുഞ്ഞിന്റെ കൂടെ നല്ല ആത്മാക്കൾ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷെ കുഞ്ഞിനല്ലാതെ മറ്റാർക്കും അവരെ കാണാൻ കഴിയില്ല. സംഭവം ഒരു ബസ് ആക്സിഡന്റിൽ വെച്ച് അവര് 4 പേരും മരിച്ചു പോയിരുന്നു. അതേ സ്ഥലത്ത് വെച്ചാണ് ആ കുഞ്ഞും ജനിച്ചത്. അപ്പൊ അവരുടെ ജീവൻ ശരീരത്തോട് വേർപെട്ട സ്ഥലത്ത് വെച്ച് ജനിച്ച കുഞ്ഞായതുകൊണ്ട് ആ 4 ആത്മാക്കൾക്കും കുഞ്ഞിനെ വിട്ട് എവിടെയും പോകാൻ പറ്റാതെ ഒരു മാഗ്നറ്റിക് ഫേസിൽ ട്രാപ്പായി കിടക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് വളരും തോറും ആത്മാക്കളുടെ കൂടെ ഫ്രണ്ട് ആയിട്ട് വളരാൻ തുടങ്ങി. ഒരു ദിവസം അവൻ സ്കൂളിലെ വാഷ് ഏരിയയിൽ വെച്ച് ആത്മാക്കളുടെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണെങ്കിൽ പ്രിൻസിപ്പൾ കാണുകയും ചെയ്തു. പക്ഷെ പ്രിൻസിപ്പളിന്റെ കണ്ണില് അവൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നതായിട്ടല്ലേ കാണുള്ളൂ. അങ്ങനെ ഇക്കാര്യം പാരന്റ്സ് അറിഞ്ഞ കുഞ്ഞിനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഇത് കേട്ട് കുഞ്ഞ് വിഷമിച്ച് കരയാൻ തുടങ്ങി. പക്ഷേ കുഞ്ഞിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ 4 ആത്മാക്കളും അവനെ വിട്ട് അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ 20 വർഷം കഴിയുന്നു. പക്ഷെ അപ്പോഴും അവനെ സംരക്ഷിക്കാൻ വേണ്ടി ആ ആത്മാക്കള് അവന് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കൂടെയുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ആത്മാക്കള് അവന് നേരെ പ്രത്യക്ഷപ്പെടാണ്. സംഭവം അവരുടെ ആഗ്രഹങ്ങൾ അവൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താലേ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂ. അവസാനം അവൻ എല്ലാവരുടെ ആഗ്രഹവും നടത്തി കൊടുക്കുന്നു.